ഹലോ ഡിയേഴ്സ്, ഞാനിന്ന് നമ്മുടെ മലബാറുകാരുടെ സ്വന്തം കല്ലുമ്മക്കായ ബിരിയാണി അഥവാ കടുക്ക ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കല്ലുമ്മക്കായ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1 കിലോ കല്ലുമ്മക്കായാണ് വാങ്ങിയത്. തോടോട് കൂടിയ കല്ലുമ്മക്കായാണെങ്കിൽ 2-3 പ്രാവശ്യം നമുക്കിത് കഴുകിയതിന് ശേഷം അതിൻ്റെ പുറത്തെ കച്ചറയൊക്കെ ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തോട് കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇതിട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അഥവാ നിങ്ങൾ തോടില്ലാത്ത കല്ലുമ്മക്കായാണ് എടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ ഇതൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കല്ലുമ്മക്കായ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ കല്ലുമ്മക്കായ ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മസാല ആക്കാം. അതിന് വേണ്ടിയിട്ട് 5 മീഡിയം സൈസിലുള്ള ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 5 ഉള്ളി നീളത്തിൽ അരിഞ്ഞതും അതുപോലെ ഇതുപോലെ ഒരു മുഴുവൻ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുക്കാം. പിന്നെ ഒരു 12 പച്ചമുളക് ചതച്ചെടുക്കണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സാധാരണ ബിരിയാണിക്ക് നമ്മൾ പച്ചമുളക് കുറച്ച് അധികം ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 12-ൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 14 വരെ പച്ചമുളക് ചേർക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു വെളുത്തുള്ളിയാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി. ഇനി നമുക്ക് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 5 ഉള്ളിയാണ് ഞാൻ എടുത്തത്. അതുപോലെ ചതച്ച് വെച്ച പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളറാക്കിയെടുക്കാം. ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നിങ്ങൾ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇതൊക്കെയാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ 4 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ചെറുതായി അരിഞ്ഞ തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചധികം മല്ലിയില അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരും നമുക്കിതിലേക്ക് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് കല്ലുമ്മക്കായ ഞാനവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ മല്ലിയില ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമ്മൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതായത് 3/4 കിലോ അരി. അതൊന്ന് കഴുകിയിട്ട് ഒരു അരിപ്പയിലിട്ട് വെള്ളമൊക്കെ ഊറ്റിക്കളയണം.
ഇനി ഒരു പാനിലേക്ക് നമുക്ക് ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ ഗീയും ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ചേർക്കാം, പക്ഷേ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമ്മൾ ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ചോറിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെ നമ്മളൊരു 3-4 ഏലക്കയും ഗ്രാമ്പു, ഒരു ചെറിയ 2 കഷ്ണം കറുവാപ്പട്ട, 2 ബേ ലീഫൊക്കെ ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 കിലോ അരിക്കാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. അതായത് 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ മലബാറുകാർ അരി വറുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഈ 3 ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ട് ഞാൻ 4.5 കപ്പ് വെള്ളമാണ് ചൂടാക്കിയെടുത്തത്. ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം. ആ ചൂടുവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു 4.5 കപ്പ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടപ്പ് വെച്ച് ഇതൊന്ന് അടച്ച് ചോറൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളവും അരിയൊക്കെ ഒരേ നിരപ്പിൽ ആയാൽ നമ്മൾ ഫ്ലെയിം വളരെ കുറച്ചതിന് ശേഷം അരി നന്നായിട്ട് വേവുന്നത് വരെ നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചോറ് ഏകദേശം ആയി വന്ന് ഞാനിവിടെ കൈമ റൈസാണ് എടുത്തത്, നമ്മുടെ ബിരിയാണി അരി. നിങ്ങൾ ബസ്മതി അരി കൊണ്ടാണ് വെക്കുന്നതെങ്കിൽ ബസ്മതി അരി ഉപയോഗിച്ചോളൂ. അതിനാവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ ചേർത്താൽ മതി. ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ചോറ് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മസാല എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എടുത്ത് മാറ്റി വെച്ച ചോറ് നമ്മൾ വീണ്ടും മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. കുറച്ചും കൂടെ മസാല ബാക്കിയുണ്ട്, അതും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ നമ്മൾ ഇതിന് മുകളിൽ ഇടുന്നുണ്ട്. വീണ്ടും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ ആക്കിയെടുത്താൽ മസാലയുടെ ഫ്ലേവർ എല്ലാ ഭാഗത്തും വരും. ഇനി നമ്മളിതൊരു 5 മുതൽ 8 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കണം. നമ്മളൊരു നുള്ള് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുപോലെ വെക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെയുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. നമ്മളൊരു പ്ലേറ്റിലേക്ക് ബിരിയാണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ അതിന് മുകളിലേക്ക് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം.
പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ടെങ്കിൽ അതും കൂടെ മുകളിൽ കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടുക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും സാലഡും അച്ചാറും കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാം.